ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചർച്ചയാക്കി വീണ്ടും ഒരു വാഹനാപകടം. മലപ്പുറം കുറ്റിപ്പുറത്താണ് അമിത വേഗതയിലെത്തിയ ബസ് ഡിവൈഡറിൽ ഇടിച്ച് രണ്ടായി പിളർന്ന് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. പരിക്കേറ്റ 35 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിന്റെ നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അമിത വേഗമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മുടെ NH-ന്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് ഈ ഒരു കാരണത്തിന് കാരണം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട് അവിടെ. ആ കാർ അപകടത്തിൽപ്പെട്ട അധികൃതർ ഇതിന് പരിഹാരം കാണണം. ആ കാർ നേരത്തെ അപകടത്തിൽപ്പെട്ട ഇവിടെ ഉണ്ടായിരുന്ന ഇവിടുന്ന് അപകടത്തിൽപ്പെട്ട് മാറ്റിയിട്ട വണ്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ദൂരെ ഒരു അപകട ഏരിയയാണ്. ഒരാള് കുറച്ച് ഡേഞ്ചറായി, അയാളെ ഇതിൽ സീറ്റ് കുടുങ്ങിയിട്ടേ പിന്നെ ലാസ്റ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് കൊണ്ടുപോയത്. ഒരാൾ സ്പോട്ടിൽ മരിക്കും ചെയ്തു. കാർ ആക്സിഡന്റ്, ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് സ്ഥിരമായിട്ടുണ്ട്. പരാതിയൊക്കെ പറഞ്ഞിരുന്നു. ഇത് എത്ര ഇങ്ങനെ അപകടം സംഭവിക്കാൻ തുടങ്ങിയിട്ട്? അപകടം സംഭവിച്ച് കുറെ ഇപ്പം ഈ നാഷണൽ ഹൈവേ വന്നില്ലേ, അതിന്റെ ശേഷം തുടങ്ങിയതാണ്. ഇവിടെ മരണം സംഭവിക്കണം ആദ്യമായിട്ടാണ്, ഇപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ മുന്നേ കാറ് ഇതൊക്കെ നമുക്ക് വരുന്ന വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ്, ഇങ്ങോട്ട് കയറി പോരാൻ. കുറ്റിപ്പുറം ഭാഗത്ത് അശാസ്ത്രീയ നിർമ്മാണമാണെന്ന് നേരത്തെ തന്നെ പരാതിയുണ്ടെന്ന് VS ജോയ് MLA പറഞ്ഞു. 3 വരിയുള്ള പാത 2ആയി ചുരുങ്ങുന്നതും ഇറക്കവും പ്രതിസന്ധിയെന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും MLA വ്യക്തമാക്കി. പരിക്കേറ്റ യാത്രക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആശുപത്രിയിൽ പോയി അവരോട് സംസാരിച്ചപ്പോൾ വാഹനം അതിവേഗത്തിലാണ് വന്നിരുന്നത്. ഓവർ സ്പീഡ് അപകടത്തിൻ്റെ ഒരു കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഒരു അശാസ്ത്രീയം നിലനിൽക്കുന്നുണ്ട്. അത് നിർമ്മാണത്തിൽ തന്നെയുള്ള ഘടനയിൽ വന്നിട്ടുള്ളൊരു അപാകതയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലുണ്ടാവും. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ അമിത വേഗം ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് നമുക്ക് പരിക്കേറ്റ യാത്രക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല സ്പീഡിലായിരുന്നു. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, നല്ല റോഡുകൾക്ക് ആഗ്രഹിക്കുന്നത് ഒരു വർഷം 4500ഓളം ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു കണക്കാണ്. അതൊക്കെ മാറും എന്ന് കരുതുന്നത് നല്ല റോഡുകൾ വരുമ്പോഴാണ്. പക്ഷേ അവിടെയും ചില അശാസ്ത്രീയ നിർമ്മാണങ്ങൾ ഉണ്ട് എന്ന ആക്ഷേപം ഒരു ഭാഗത്തുണ്ട്. അത് സംബന്ധിച്ച പരിശോധന നടക്കേണ്ടതുണ്ട്. ഈ അപകടത്തിൽ ഇപ്പോൾ പരിക്കേറ്റ് നിൽക്കുന്ന ആളുകളുണ്ട്. അവരുടെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. രുചീഷെ, അശാസ്ത്രീയത മാത്രമല്ല, ആസൂത്രണമില്ലാത്ത ഒരു സംവിധാനമാണ് ആ അപകടം നടന്ന കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപത്തും ഒപ്പം തന്നെ കുറ്റിപ്പുറം ആ റെയിൽവേ മേൽപ്പാലവും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഏകദേശം 1 കിലോമീറ്റർ ദൂരം ഉള്ളത്. അത് കഴിഞ്ഞ ഒരു 4 മാസത്തിനിടെ ഏകദേശം ആ ഒരൊറ്റ ഭാഗത്ത് മാത്രം, ഈ കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം മാത്രം, അതായത് ഇന്ന് ബസ് അപകടം നടന്ന അവിടെ മാത്രം ഒരു 12-ലധികം അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ പരിക്കുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി അപകടങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വളവാണ്. ഒപ്പം തന്നെ ഇറക്കമുണ്ട് ഹൈവേയിൽ. ഈ പിന്നീട് സർവീസ് റൂട്ടിൽ നിന്നും ഹൈവേയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട്. അതിനുശേഷം ഈ 3 വരി പാത പിന്നീട് പോകുന്നത് 2 വരിയുള്ള പാലത്തിലേക്കാണ്. അപ്പോൾ അമിത വേഗത്തിൽ വാഹനങ്ങൾ വരുന്നു. പിന്നീട് പെട്ടെന്നാണ് ഈ കൂടുതൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത് കാണുന്നത്. പിന്നീട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു വശത്തേക്ക് തിരിക്കുകയും ചെയ്യുമ്പോൾ അപകടം സംഭവിക്കുക എന്നുള്ളതാണ് അവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു അശാസ്ത്രീയം മാത്രമല്ല, നിർമ്മാണത്തിലെ ആസൂത്രണമില്ലായ്മ കൂടി അതിനൊപ്പം ഉണ്ട് എന്നുള്ള യാതൊരു തർക്കവുമില്ല. അതാണ് ഇന്ന് ഒരാളുടെ മരണത്തിലേക്ക് വരെ എത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണേണ്ടത്. ദേശീയപാത നിർമ്മാണം തുടങ്ങുന്ന അവസരത്തിൽ തന്നെ, അല്ലെങ്കിൽ പണി പുരോഗമിക്കുമ്പോൾ തന്നെ ഈ പാലത്തിന് വീതിയില്ലാത്ത കാര്യം പല തവണ നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാട്ടിയാണ്. പക്ഷേ ദേശീയപാത അധികൃതരോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന PWDയോ ഇതിന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ അശാസ്ത്രീയതയ്ക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതാണ് ഇപ്പോൾ ഒരു അപകടത്തിലേക്കും എത്തിച്ചിരിക്കുന്നത്. അത് ഒരു ദിവസം നടന്ന അപകടമല്ല, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന അപകടങ്ങളാണ്. അവിടെ പതിവായി അപകടം നടന്നിട്ടും പ്രശ്നങ്ങൾ ഇത്രയധികം രൂക്ഷമാണെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ ഒരു ഗൗരവം ഇനിയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് 33 പേരാണ്, ബസ് ജീവനക്കാരൻ ഉൾപ്പെടെ 35 പേരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്, ആ ബസ്സിലുണ്ടായിരുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ആ അപകടത്തിന്റെ ആഴം എത്രയുണ്ട് എന്നുള്ളത്. ആ ബസ് ദൃശ്യങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇത് പരിശോധിച്ച് നടപടി ഉണ്ടാകും എന്നതും ഈ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നടപ്പിലാക്കും എന്നതുമാണ് MLA വ്യക്തമാക്കുന്നതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഒരാളുടെ ജീവനാണ് നഷ്ടമായത്.